നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച നവകേരള സർവേയിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. നവകേരള സർവേ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അത് റദ്ദാക്കി. സർവേയെക്കുറിച്ച് CPIM-ന് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്നും ഉത്തരവ് വരുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറി കേഡർമാർക്ക് കത്തയച്ചെന്നും ഹൈക്കോടതി ഗൌരവമേറിയ പരാമർശം നടത്തി. KSU നേതാക്കൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. സർക്കാരിന്റെ കരണത്തേറ്റ അടിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. സർക്കാരിന്റെ കരണത്തേറ്റ ഒരു അടിയാണ്. ഇതിൽ കൂടുതൽ വലിയൊരു അടി അടുത്ത കാലത്ത് ഇങ്ങനെ ലഭിക്കാനില്ല. ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലേ, ഇത് രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തിക്കാനായിരുന്നു ശ്രമം. ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യം മുതൽ എന്നെ എതിർത്തത്. കോടതിയുടെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാണം കെട്ട പരിപാടിയല്ലേ അവർ ചെയ്യാൻ തീരുമാനിച്ചത്? ജനാധിപത്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ മുഖത്ത് ഏറ്റവും ഒരു കനത്ത പ്രഹരമാണ് ഈ ഹൈക്കോടതിയുടെ ഈ വിധി പ്രസ്താവം എന്ന് പറയുന്നത്. കാരണം എല്ലാ വിധത്താലും അപമാനിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇവർ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പൊതുസമൂഹം വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട്. ഇവർ നടത്തുന്ന എല്ലാ നാടകങ്ങളും പൊളിയുകയാണ്. PR നാടകം അത് ഒരു തിരശീല വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായി. ഇവർക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. ഇവർ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ മേനി നടിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തി. ഹൈക്കോടതിയിൽ നിന്ന് നിശിതമായിട്ടുള്ള വിമർശനം അവർക്ക് ലഭിച്ചു. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിൽ പ്രതികരണം നടത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. അതുകൊണ്ടാണ് അവരെല്ലാം ഇതിൽ മൗനം പാലിക്കുന്നത്. എന്നാൽ ഉത്തരവ് തിരിച്ചടിയല്ലെന്നും അപ്പീൽ നൽകേണ്ടതാണെങ്കിൽ അത് നൽകുമെന്നും നിയമമന്ത്രി P. രാജീവ് പ്രതികരിച്ചു. റദ്ദാക്കിയതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും. അതല്ല വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. അപ്പീൽ പോകേണ്ട ഭാഗങ്ങളുണ്ടോ എന്നുള്ളത് വിധി കിട്ടിയിട്ടായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അപ്പീൽ പോകേണ്ടതാണെങ്കിൽ അപ്പീൽ പോകും. തിരുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുമ്പോഴാണെങ്കിൽ തിരുത്തിക്കൊണ്ട് ചെയ്യും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കപ്പുറം ഉള്ള സമയത്താണ് ഈ രീതിയിൽ ഒരു തിരിച്ചടി സർക്കാരിനുണ്ടാവുന്നത്. അത് ഈ രീതിയിൽ എപ്പോൾ നൽകിയ KSU നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു നടപടി അല്ലെങ്കിൽ ഇടപെടൽ എടുത്തിരിക്കുന്നത്. ആ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നവകേരള സദസ്സ് അത് നിയമവിരുദ്ധമാണ് എന്ന് എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാണ് കോടതി നിരീക്ഷിക്കുന്നത്? പ്രജിൻ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും ജനറൽ സെക്രട്ടറി മുബാസുമാണ് ഈ നവകേരള സർവേയെ എതിർത്തുകൊണ്ട് ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഇത് നവകേരള സർവേ സർക്കാരിന്റെ കാര്യപരിപാടിയല്ല, മറിച്ച് പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM നടത്തുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നാണ് ഹർജിയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അയച്ച കത്തടക്കം ഈ ഹർജിക്കാർ ഹൈക്കോടതിയിൽ എത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വാദം നടന്നു. അതിനൊടുവിലാണ് ഇന്ന് ഹർജിയിന്മേൽ വിധി പറഞ്ഞത്. അതിലാണ് ഈ നവകേരള സർവേ റദ്ദു ചെയ്യുന്നു എന്ന് ഹൈക്കോടതി തീരുമാനമെടുത്തത്. അതിന് പ്രധാനപ്പെട്ട കാര്യം, അതിൽ ബഡ്ജറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ധനകാര്യ കമ്മീഷന്റെ അംഗീകാരമില്ല. ബിസിനസ് ഓഫ് റൂളിന് എതിരാണ് ഈ പണം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പണം അനുവദിക്കാൻ സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്ന പേരിൽ ഇത്തരത്തിൽ പണം അനുവദിക്കാൻ അംഗീകാരമില്ല, പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നവകേരള സർവേ റദ്ദ് ചെയ്തുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി പോയത്. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം കഴിഞ്ഞ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇത്തരത്തിലൊരു സർവേ നടത്തുന്നത് കൊണ്ട് അത് അതിൻ്റെ പൂർണ്ണതോതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന സംശയം കോടതി പ്രകടിപ്പിക്കുന്നു. 20 കോടി രൂപ ഇത്തരത്തിൽ ഒരു ഉറപ്പില്ലാത്ത കാര്യത്തിന് വേണ്ടി ഇത്തരത്തിൽ 20 കോടി രൂപ മുടക്കേണ്ടതുണ്ടോ എന്ന് കോടതി ചോദിച്ചു. മറ്റൊന്ന് രാഷ്ട്രീയമായ ഒരു വിമർശനമാണ്. അത് CPIM-നെതിരെയാണ് ആ വിമർശനം. CPM-നെതിരെയാണ് ആ വിരൽ ചൂണ്ടലുള്ളത്. അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ അണികൾക്ക് സെപ്റ്റംബറിൽ ഒരു കത്തയച്ചിരുന്നു. അന്ന് പക്ഷേ നവകേരള സർവേക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നില്ല. മന്ത്രിസഭ അംഗീകാരം നൽകുന്നതിന് മുമ്പ് CPIM-ന്റെ സെക്രട്ടറി എങ്ങനെയാണ് ഇത്തരത്തിലൊരു കത്ത് ഈ വളണ്ടിയർമാർ CPM കേഡർമാർക്ക് അയച്ചത് എന്നൊരു ചോദ്യം ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. എന്തായാലും അപ്പീൽ നൽകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് നൽകും എന്ന് നിയമമന്ത്രി P. രാജീവ് അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തുടർ പ്രതികരണങ്ങൾ എന്തായിരിക്കും ഈ വിഷയത്തിലെന്ന് നമുക്ക് കണ്ടറിയാം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. വളരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.